ടെക്സ്റ്റ് റൂട്ടിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ച ഇട്ട് അപ്പം നമ്മൾ എറണാകുളം വരെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു തീരുമാനം എടുത്തേട്ടോ, മറൈൻ ഡ്രൈവിൽ ബോട്ടിങ്ങിന് പോകാമെന്നാണ്. അങ്ങനെ നമ്മൾ ബോട്ടിൽ വന്ന് കയറി ഇങ്ങനെ പോകട്ടോ. കറക്റ്റ് മഴയും പെയ്തു, നമ്മൾ നനഞ്ഞു കുളിച്ചാട്ടോ ബോട്ടിയിരിക്കണേ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ചെങ്ങാടം കടത്തില്ല അക്കരയ്ക്ക്, അതിവിടെ ബോട്ടാക്കിയത് മാത്രമേ. ഇവിടെ നിന്ന് ആളെടുത്ത് അവിടെ കൊണ്ട് ഇറക്കി, അവിടെ നിന്ന് ആളെടുത്ത് ഇവിടെ കൊണ്ട് എല്ലാവരും ടൂറിസ്റ്റ് ബോട്ടല്ല. ടൂറിസ്റ്റ് ബോട്ട് എന്ന് പറഞ്ഞാൽ പരസ്യം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാട്ടുകാരൻ ലിംഗീശ്വരന്മാരുടെ വീടാണ്. തറവാട് തിരുവനന്തപുരത്താണ്. ഇത് എടുത്തേക്കണത് പണിയില്ലാത്തപ്പൊക്കെ വന്നിരുന്നു ടൈം പാസിന് വേണ്ടിയാണ്. കാറൊക്കെ എപ്പോഴും 3-5 ഉണ്ടോ, ഓടിക്കാറ്, ബെൻസ്, ഡ്രൈവർ, സർട്ടിഫിക്കാർ, വേലക്കാറ്റ് പുള്ളി ഉണ്ടെങ്കിലും മാത്രം വെഹിക്കില് ഡോറൊക്കെ തുറന്നിട്ട്. വീട് കാട്ടം കൂടി മഴയും കൂടി. ഇപ്പൊ അങ്ങോട്ട് വെള്ളമില്ല. ചാർജിങ് സ്റ്റേഷനാണ് കേട്ടോ. ഇലക്ട്രിക്കില്ല, ഈ കിടക്കണ പായ്ക്കപ്പിലാണ്. അതന്നെ പായാണ് നീളത്തിൽ ചുറ്റി വെച്ചത്. നമ്മൾ യൂറോപ്യൻ ചാനലൊക്കെ വെക്കുമ്പോൾ കാണുന്നതാണ്. ഇത് അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ന്യൂസിലാൻഡ് അവിടെ നിന്നൊക്കെ വന്നതാണ്. നമ്മുടെ കടലിൽ കൂടി വന്നതാണ്. കാറ്റുണ്ടെങ്കിൽ പായ്ക്ക് ഓടും, അല്ലെങ്കിൽ മിഷ്യത്തിൽ ഓടും, രണ്ടുമുണ്ട്. അപ്പം പായ്ക്ക് ഓടുമ്പോൾ എണ്ണ ലാഭം കിട്ടി, മിഷ്യൻ നിർത്തിയേക്കാം. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞ് കസ്റ്റംസ് പേപ്പറൊക്കെ ചെക്ക് ചെയ്ത് ക്ലിയർ ആണെങ്കിൽ അവർക്ക് മാത്രം കിടക്കണ ചെട്ടിയാണ്. നമ്മളെ നാട്ടുകാരെ ബോട്ടൊന്നും ഇടിക്കില്ല, പുറത്തുനിന്ന് ബോട്ട് കിടക്കാൻ. അപ്പൊ ഒരു ഫാമിലി 2 ഫാമിലിയൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് അവർക്ക് ഇവിടെ ഇട്ടിട്ട് എവിടെ വേണമെങ്കിലും പോവാം. ഇവിടെ സെക്യൂരിറ്റിക്കാരും ക്യാമറ ഒക്കെ ഉണ്ട്, സെക്യൂരിറ്റിക്കാരും ക്യാമറ ഒക്കെ ഉണ്ട്. അപ്പൊ ഇവരിപ്പോ എപ്പോഴാണ് പോണത് നോക്കിയിട്ട് ഇവിടെ എത്ര ദിവസം കിടക്കുന്നത് അതിന്റെ വാറ കുറഞ്ഞു. നമ്മുടെ കേരള സർക്കാരിന്റെ ചെക്കും കോൾക്കാട്ടി പാലാസ് ഇതെല്ലാം അവർക്കാണ്. നമ്മളെ കേരള സർക്കാർ എന്ന് വെച്ചാൽ KTDC. ഇത് 3 സ്റ്റാർ ഹോട്ടലാണ്. ഇത് കേരളം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോൾക്കാട്ടി പാലാസ്, KTDC നമ്മളെ കേരള സർക്കാർ 3 സ്റ്റാർ ഹോട്ടലാണ്. കാണാനായിട്ട് ആരെയും കേട്ടില്ല. റൂം എടുക്കാനോ ഫുഡ് കഴിക്കാനോ മാത്രമേ ഉള്ളൂ. ഇതിന് നടത്തുന്നതിന് മുമ്പിട്ട് പ്രൈവറ്റ് നടത്തി അവർക്ക് ഇതൊന്നും ഉണ്ടായില്ല. അവരെന്താണ് നമ്മുടെ സർക്കാർ നടത്തുന്നുണ്ട്. അതാണ് കേട്ടത്. ഇവിടെ താമസിക്കണേ മാത്രമേ കയറത്തുള്ളൂ. താമസിക്കാനോ ഉപയോഗിക്കാനോ കുടിക്കാനോ ഇതിനൊക്കെ
കോട്ടേഴ്സ്. ഹണിമൂൺ കോട്ടേഴ്സ് AC റൂമാണ്. ഒരു ദിവസം വാടക 5400 രൂപയാണ് ഒരു ദിവസം വാടക. ഇതിനെക്കാട്ടും വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇപ്പൊ ഫോർട്ട് കൊച്ചി. അവിടെ ഹോം സ്റ്റേക്ക് 1500 രൂപ AC റൂം. ഇവിടെ 5400. വെള്ളി നക്ഷത്രം മൈബോസ് വെള്ളി നക്ഷത്രം മൈബോസ് ഇത് പഴയ ബ്രിട്ടീഷ് പാലസാണ്. അത് നമ്മൾ അങ്ങോട്ട് പോകും. ഇതിനൊക്കെ ഇറങ്ങി അങ്ങോട്ട് പോകും. അത് കപ്പലിൽ ചരക്കായിട്ട് കിടക്കുന്ന ദുബായ് പോർട്ടാണ്. BP വെല്ലിന്റെ ഫുട്ബോൾ ദുബായ് പോർട്ടിലാണ്. നമ്മൾ അങ്ങോട്ട് പോകും കേട്ടോ. നമുക്ക് ഡോൾഫിനൊക്കെ മറിയണ്ടെങ്കിൽ അവിടെ കാണുള്ളൂ, ഇവിടെ ഒന്നും കാണില്ല. അപ്പൊ ഇത് ഹണിമൂൺ കോട്ടേഴ്സ് ആണ്. നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരുമല്ലോ. അതിനാണ് 2 റൂം, അടിയിലും മേളിലും. ഒരു റൂം എടുക്കണമെങ്കിൽ 3500. വള്ളംകളി കളിക്കുന്നത് ഹോട്ടലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ നോർത്ത് ഇന്ത്യക്കാരുണ്ട്. അവരൊരു 10-20 ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് കളിക്കാൻ വേണ്ടി ആലപ്പുഴ 2-3 വെള്ളം അടുത്ത ചുണ്ടമ്പള്ളം വെള്ളംകളി ഈ ബോട്ടിൽ കെട്ടി വെച്ച് അവരെ കൂട്ടല് 1-1.5 മണിക്കൂറത്തെ കളികളുണ്ടാവും. അത് എത്ര ലക്ഷം ലക്ഷങ്ങൾ. ഇവിടെ താമസിക്കുന്നൊക്കെ ഇഷ്ടമാണ്. അവര് തന്നെ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. അവര് തന്നെ അറേഞ്ച് ചെയ്തു. അവര് ഓരോ മേക്കിട്ട് കാണിച്ചു കൊടുക്കാൻ എനിക്ക് എന്ത് പരിപാടി ഇവിടെ വേണമെന്നുള്ളത്. ഇത് ഹൗസ് ബോട്ടാണ് കേട്ടോ. ഇത് ഇവര് ഹോട്ടലിലെ ബോട്ടാണ്. 2 ബെഡ്റൂമില്ല. അപ്പുറത്തെ ഒരു ബോട്ട് എടുക്കുന്നത് റൂമില്ലാത്ത അടിമേളെ പോളാണ്. ബാക്കി പഞ്ച് ചിക്കൻ ഡിന്നർ ഒക്കെ എടുത്തതാണ്. 1 മണിക്കൂറിന് ഒരു ഫാമിലിക്ക് 10,000 രൂപയാണ്. ആ ഹോട്ടൽ അതിനാണ്. ഇവിടെ രാത്രി സ്റ്റേ ഇല്ല. 1 മണിക്കൂർ കറക്കുമ്പോൾ ഇതേ സെയിം ബോട്ട് തന്നെ ആലപ്പുഴയിലുണ്ട്. 1000 കണക്കിന്. ഒരു ദിവസം നമ്മൾ ഫുള്ളായിട്ട് വെള്ളത്തിൽ കിടന്ന 5 സ്റ്റാർ ഫുഡ് എടുക്കാം. 6,000-7,000 രൂപ. ഇവിടെ 1 മണിക്കൂറിന് 10,000 രൂപ. ആ ജാക്കറ്റ് ഇട്ടിട്ടില്ലേ, അതൊക്കെ ഗസ്റ്റാണ്. ഇവിടെ താമസിക്കുന്ന ഗസ്റ്റുകളാണ് ജാക്കറ്റ് ഇട്ടേക്കുന്നൊക്കെ. ജാക്കറ്റ് ഇടാത്തവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ മഞ്ചിക്കാരാണ്. അത് തൊഴിൽ മഞ്ചിക്കാൻ അതിന് ഒറിജിനൽ ആൾക്കാരാണ്. ഇത് ഇവർക്ക് ഒരു കളിക്ക് വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇത് കമ്പനിയോടൊപ്പം കാശ്. വള്ളം 2 വെള്ളമാണ്. ചിലപ്പോ 3-4 വെള്ളം കിടന്നുപോയി. കേറാറിയത്തില്ല. ഭയങ്കര പരിപാടിയൊക്കെ ഞാൻ തിരിക്കാൻ പേടിയാവല്ലോ. അടുത്ത് പോണോ? എടുത്തു പോകാൻ പറ്റുമോ? അടുത്ത് പോണോ? ഇപ്പൊ കിടന്ന ആടും.
ജാക്കറ്റൊക്കെ ഇട്ട് ഉടുപ്പൊക്കെ ഇട്ടിട്ട് അവിടെ അവിടെ പിടിക്കും. ഓരോരുത്തരും പങ്കായൊക്കെ വെച്ചേക്കുന്നുണ്ട്. ഒരേ പടിമ്പലിരിക്കുക, ആളെല്ലാം പുല്ലാകുമ്പോൾ വെള്ളത്തിൽ പോകാൻ വേണ്ടി ആലപ്പുഴ ഈ ബോട്ട് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കിടക്കുന്ന ബോട്ടിൽ ആലപ്പുഴ ബോട്ടാണ്. അവിടുന്ന് വലിച്ചൊന്നും മഞ്ഞാണ്. ഈ പരിപാടി കഴിഞ്ഞാൽ പിന്നെയും വലിച്ചുകൊണ്ട് പോകും. നോർത്ത് ഇന്ത്യയിൽ 10 കോടിക്ക് വലിയ പ്രശ്നമില്ല. അവിടെ 25 കോടി 50 കോടി ഒക്കെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പാലമാണ്. 3 പാലം കൊണ്ടാണ് എറണാകുളം പൈപ്പിൽ മുട്ടിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പാലം അയാത്തിലേക്ക് വന്നത്. ഇത് രണ്ടാമത്തെ പാലമാണ് വള്ളാർപാടം പള്ളി ചർച്ച്. ഇതിനപ്പുറം ഒരു പാലമുണ്ട് മൂന്നാമത്തെ, അത് നേരെ പൈപ്പിൽ. അങ്ങനെ 3 പാലം കൊണ്ടാണ് എറണാകുളം പൈപ്പിൽ റോഡില്ലാത്ത പാലം. നമ്മുടെ സുരേഷ് ഗോപിന്റെ ഓഡിഷന പരിപാടിയിൽ പാലത്തിന്റെ കോച്ച് 3 പാലം പറഞ്ഞു. പാലം എവിടെയാണ് അറിയാൻ പാടില്ല. ഫാമിലിയുണ്ട്, ഭാര്യയും ഭർത്താവും കൊച്ചും. മോഡിലല്ല, കൊയിലാണ്. മറ്റപ്പോ ഒരു സംഘത്തിന്റെ പിടിച്ചിട്ട് അത് ഇതേമാതിരി കാലത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങും. രാത്രി ആയി കഴിഞ്ഞാൽ കുറെ എണ്ണത്തിന്റെ വീടാണ് അവർ അടുപ്പിക്കും. പോലീസുകാർ അത് എങ്ങനെ വലിച്ചോട്ട് പോയി മറ്റേ മലയുണ്ടായിരിക്കും. ഫോറസ്റ്റ് കാണാൻ ഫോറസ്റ്റ് ജംഗൽ കാണാൻ നമ്മുടെ മലയിൽ ഏതൊക്കെ പാമ്പ് അതൊക്കെ മലമ്പാമ്പ് പാമ്പ് നായ നായ അതാണ് പാമ്പൊക്കെ പാമ്പ് മാത്രമല്ല പാമ്പ് പാമ്പ് ദുബായ് പോർട്ട് ഇത് ദുബായ്ക്കാരാണ്. നമ്മളെ കയ്യിൽ പോയി 80-90 വർഷത്തേക്ക് ലീസിന് അവർക്ക് കൊടുക്കും. അതാണ് അവരെ രാജ്യത്തിന്റെ പേര്. നമ്മളെ സ്ഥലം കൊടുത്തിട്ട് മൊത്തമായി അവരേന്ന് കുറെ പണം മാറ്റി. അപ്പൊ നമ്മളെ ബാധ്യത തീർന്നു.
അപ്പൊ ഇവിടെ കോൺഗ്രസിന്റെ മാർക്സിന്റെ ലീഗിന്റെ BJPന്റെ ആരെയും പണിക്കാരൊന്നും മുംബൈ എംപ്ലോയ്മെന്റ് പ്രകാരമുള്ള ജോലിക്കാരാണ്. ഇവിടെ സമരമോ കാര്യമോ പൊടികൊടുത്തോ ഹർത്താളോ വന്നിട്ടില്ല. നമ്മുടെ ഇന്ത്യയിൽ എന്തെല്ലാം സാധനം അതെല്ലാം ഇത് കണ്ട കപ്പലിൽ ചരക്ക് ഇറക്കുന്നുണ്ട്, കയറ്റുന്നുണ്ട്. ദുബൈ, മലേഷ്യ, സിംഗപ്പൂർ, ചൈന അവിടെ കൊണ്ടിറക്കി അവിടെ ചരക്കുകൾ ഒരേ സമയത്ത് ലോഡിങ് നടക്കണ്ട, അൺലോഡിങ് നടക്കണം, കയറ്റം ഇറക്കേണ്ടത് നടക്കണം. ഭയങ്കര ഫാസ്റ്റ് പറക്കണം. അടിയിലാണ് കയറ്റുന്നത്. കപ്പലിന്റെ ഉള്ളിൽ അടിയിൽ കയറ്റി ലോഡ് നിറഞ്ഞിട്ട് മാത്രം മേളിൽ വെക്കുള്ളൂ. ഇത്രയും വരെ താഴെ ആ നീല ലൈനിങ് ഉണ്ടല്ലോ, അത് വെള്ളത്തിൽ മുട്ടുന്ന വരെ ലോഡ് വയ്ക്കും. അത്രയും താഴെ അത് വെള്ളത്തിൽ മുട്ടിക്കഴിയുമ്പോൾ അത് കപ്പലിന്റെ ലോഡ് കപ്പാസിറ്റി കപ്പൽ യാത്ര ഉണ്ടല്ലേ? ഇത് കപ്പലിലും കപ്പാസിറ്റി ഉണ്ട് ലോഡ്. അത് താന്നിരിക്കണേ. അപ്പൊ നേരെ കാണുന്ന അറബിക്കടല്, അപ്പുറത്ത് കാണുന്ന ഫോർട്ട് കൊച്ചി ബീച്ച്, പാർക്ക്, ചൈനീസ് കിച്ചനെറ്റ്, ഫിഷ് മാർക്കറ്റ്, ബാസ്കോടി രാമ ചർച്ച്. ഫിഷ് മാർക്കറ്റ് ഒക്കെ എവിടെയാ? ബാസ്കോടി രാമ ചർച്ച്. ഇല്ല കൊടുക്കും. അവര് ചെറിയ മീനൊക്കെ അവരടിക്കും. ചെടിയും മണ്ണും കൂടെ കടലിൽ കളയണം. ഇവിടുന്ന് അവർക്ക് ചെടിയും മണ്ണും പോകില്ല. ആയം ക്യാപ്റ്റനെ കൊണ്ടുവന്ന ബോട്ട് അപ്പോൾ നമ്മൾ തിരിച്ച്
തിരിച്ച് കരയിലേക്ക് പോകട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ ഗുഡ് ബൈ.